നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് പൊളിച്ച് പരിശോധിക്കും. നടപടികൾ രാവിലെ തന്നെ തുടങ്ങാനാണ് പോലീസ് തീരുമാനം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ഒരുക്കിയാകും നടപടികൾ പൂർത്തിയാക്കുക. ഇതിനിടെ മകൻ രാജസേനൻ കല്ലറയ്ക്ക് അരികിലെത്തി വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ആണ് ചേരുന്നത്. ബിനിൽ, എന്തായാലും വലിയ കോലാഹലങ്ങൾക്ക് എല്ലാം ഒടുവിൽ ഇന്നിപ്പോൾ കല്ലറ പൊളിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. രാവിലെ തന്നെ അത് തുടങ്ങും എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? എപ്പോഴാണ് സംഘം അവിടേക്ക് എത്തുക? ഇന്ന് തന്നെ ഈ കല്ലറ പൊളിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ കോടതിയിൽ നിന്നും അനുമതി അതിന് ലഭിച്ചിരുന്നു. നടപടിയെ മുന്നോട്ട് പോകാൻ പോലീസിന് അനുമതി ലഭിച്ചതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയുന്ന ഈ കല്ലറയ്ക്ക് സമീപത്താണ്. ഇവിടെ രാവിലെ മകൻ രാജസൻ ഇവിടേക്ക് എത്തി ഈ പൂജകളൊക്കെ ചെയ്തിരുന്നു. എന്തായാലും 8 മണിയോടുകൂടി നടപടികൾ തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുള്ള സജ്ജീകരണമെല്ലാം പോലീസ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ കല്ലറ പൊളിച്ച് പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ ചില സൗകര്യങ്ങൾ ഒരുക്കി അവിടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നടക്കുന്ന രീതി. നിലവിൽ ഇവിടെയും അത് തന്നെയാണ് ചെയ്യുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നല്ല സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കല്ലറയ്ക്ക് സമീപം തന്നെ ഒരു ടാർപ്പായ വെച്ച് മറച്ച് അതിനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. സർജൻ ഇവിടേക്ക് വരും. അതിനുശേഷം ഈ മൃതദേഹം പുറത്തേക്ക് എടുത്ത് ആന്തരികാവയവങ്ങൾ ഉൾപ്പെടെ ഈ പരിശോധനയ്ക്കുള്ള അവയവങ്ങൾ ഉൾപ്പെടെ എടുത്ത് കൊണ്ടുപോവുക, രാസപരിശോധന നടത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുന്ന നടപടി. അത് ഇവിടെയും തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ 7 ദിവസമായി വലിയ വിവാദവും ചർച്ചയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിനുള്ള ഒരു പരിസമാപ്തി ആയിരിക്കുകയാണ്. കുടുംബം വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. അതിനൊക്കെ ശേഷം കോടതിയിൽ പോയാണ് ഇപ്പോൾ ഈ നടപടികൾ മുന്നോട്ട് പോകുന്നതിനുള്ള അനുമതി പോലീസ് നേടിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ എന്തായാലും ഇന്ന് തന്നെ രാവിലെ തന്നെ 8 മണിയോടുകൂടി നടപടികൾ തുടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു സംഘർഷ സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നം ഇവിടെ പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏകദേശം 150ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ച് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി. എന്തായാലും വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഈ കുടുംബം കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്തതാണ്. നേരത്തെ ഇത് പൊളിക്കുന്നതിന് RDO അടക്കം ഇവിടേക്ക് വന്നപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ കുടുംബം വലിയ പ്രതിഷേധം ഉന്നയിക്കുകയും ഇത്തരത്തിൽ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല, സമാധിയാണെന്ന് വിശ്വാസപരമായ കാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുകയും പ്രതിഷേധിക്കുമ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. ഈ പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഇവിടേക്ക് എത്തി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള ആ സംവിധാനങ്ങളെല്ലാം ഒരുക്കുകയാണ്. നിലവിൽ എന്തായാലും അതിനുള്ള ടേബിളുകൾ അതോടൊപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ പോലീസ് ഇവിടേക്ക് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 7 ദിവസമായി തുടർന്ന ഈ വിവാദങ്ങൾക്കാണ് ഇന്ന് പരിസമാപ്തി ആകുന്നത്. 8 മണിക്ക് ഈ നടപടികൾ തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയാണെന്ന് തന്നെ പൊളിച്ച് ഇക്കാര്യത്തിൽ ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ കല്ലറയിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കല്ലറ പൊളിക്കാൻ എത്തിയപ്പോൾ വലിയ പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കോടതി വിധി പോലീസിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് അനുകൂലമാണ്. നിലവിൽ ഇത്തരത്തിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. അങ്ങനെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇല്ലെങ്കിൽ അത് അസ്വാഭാവിക മരണമാണെന്ന് കോടതി പറയുകയും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഈ പോലീസിന് അനുകൂലമായിട്ടുള്ള നിലയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് നിലവിൽ ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നതിന് യാതൊരു തടസ്സവും നിലവിൽ നേരിടുന്നില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ 8 മണിക്ക് ഈ നടപടികൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി, എന്തായാലും രാവിലെ 8 മണിയോട് കൂടിയിട്ട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കലിനുള്ള നടപടികൾ ആരംഭിക്കും. അവിടെ ഇപ്പോൾ തന്നെ പോലീസ് സംഘം എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായുള്ള ഒരുക്കങ്ങളൊക്കെ സജ്ജീകരിക്കുകയാണ്. കല്ലറ പൊളിച്ച് സമീപത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. രാസപരിശോധനയ്ക്കായി അവയവങ്ങളെല്ലാം പുറത്തേക്കെടുക്കും. എല്ലാം ഇന്ന് തന്നെ നടപടികളെല്ലാം അവിടെ പൂർത്തിയാക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ബിനിൽ നൽകിയത്.